നെസ്റ്റ്ജേഴ്സിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മളിന്ന് നമുക്ക് നെസ്റ്റ്ജേഴ്സ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നെസ്റ്റ്ജേഴ്സിൻ്റെ പേജിൽ വന്നു, എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡിലേക്ക് വന്നു, എന്നിട്ട് ഇൻസ്റ്റാളേഷനിലേക്ക് വന്നിട്ട് ഇവിടെ എന്താ പറയുക, നെസ്റ്റ്ജേഴ്സ് എങ്ങനെ ഓരോ അതിപ്പോൾ NPMൽ ഇൻസ്റ്റാൾ ചെയ്യണോ അതോ PNBയിൽ ഇൻസ്റ്റാൾ ചെയ്യണോ, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങളുടെ മൊഡ്യൂൾ നിങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പം NBX ക്രിയേറ്റ് നെസ്റ്റ്ജേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഓൾറെഡി ഒരു നെസ്റ്റ്ജേഴ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട്, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, അപ്പം വെറുതെ സമയം കളയണ്ടല്ലോ നമുക്ക്. അപ്പോൾ അവിടെ വന്നിട്ട് കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഞാനിത് പേസ്റ്റ് ചെയ്തു. ഇപ്പം ഇവിടെ ഈ മൈ ആപ്പ് എന്നുള്ളത് ഇത്രയും നെസ്റ്റ്ജേഴ്സിൻ്റെ NBX ക്രിയേറ്റ് നെസ്റ്റ്ജേഴ്സ് ആപ്പ് എന്നുള്ള ഇത്രയും നെസ്റ്റ്ജേഴ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണതിൻ്റെ ഇതെൻ്റെ ആപ്ലിക്കേഷൻ്റെ നെയിമാണ്. പിന്നെ ഈ .s കൊടുത്തു കഴിഞ്ഞാൽ നെസ്റ്റ്ജേഴ്സ് ഡീഫോൾട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഫയൽ ഇൻസ്റ്റാളായി വരിക. അതായത് ജാവാ സ്ക്രിപ്റ്റിന് പകരം ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് മറ്റേ ടെയിൽവിൻഡ് CSS എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, നമ്മുടെ ചാനലിൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാം സെറ്റപ്പ് ചെയ്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് വരും. ഈ ഞാൻ ബൈ ഡിഫോൾട്ട് ഇവിടെ കൊടുക്കുവാണെങ്കിൽ, പക്ഷേ ഇവിടെ നമുക്ക് ഓരോന്നും പെറുക്കി പഠിക്കണം. അപ്പം ഞാൻ ഈ മാറ്റി. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനിപ്പം അത് കോപ്പി ചെയ്തതിന് മൊത്തം പോയി. അതിനുണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ മാറ്റുന്നു. എന്നിട്ട് മൈ ആപ്പിന് പകരം മൈ നെക്സ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞു എന്തെങ്കിലും പേര് കൊടുക്കാം. ഞാനിവിടെ എൻ്റർ അടിച്ചു കഴിയുമ്പോൾ അത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ ഇവർ ചോദിക്കുന്നുണ്ട്, കണ്ടോ, നെസ്റ്റ്ജേഴ്സിൻ്റെ റെക്കമെൻഡഡ് ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യത്തിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക, ESLint ഉണ്ടായിരിക്കും, അതുപോലെ റിയാക്റ്റ് കമ്പൈലർ നോ റിയാക്റ്റ് കമ്പൈലർ, അതുപോലെ ടെയിൽവിൻഡ് CSS ഉണ്ടായിരിക്കും. SRC ഡയറക്ടറി ഉണ്ടായിരിക്കത്തില്ല, SRC ഡയറക്ടറിക്കകത്തായിരിക്കില്ല സോഴ്സ് വരിക. പിന്നെ ആപ്പ് റൗട്ടർ ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം എനിക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യം റെക്കമെൻഡഡ് ഡീഫോൾട്ട്സ് ഒന്നും വേണ്ട. സോ ഞാൻ എന്നാ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂസ് യുവർ ഓൺ പ്രിഫറൻസ് കൊടുത്തു. ഇത് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട്. നോർമലി നിങ്ങൾ ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരടിച്ചു ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അവർ ചോദിക്കുക ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണമെന്ന്. ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയാവുന്നവർക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ചാനൽ ഓൾറെഡി ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതൊരു ബിഗിനർ ലെവലിലാണ്. നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽ ചെയ്യും. അത് കുറേ കാലം മുമ്പാട്ടോ. അപ്പോൾ ഞാനും ടൈപ്പ് സ്ക്രിപ്റ്റ് ഏകദേശം ഇപ്പം ഞാൻ എൻ്റെ എല്ലാ പ്രോയിൽ യൂസ് ചെയ്യുന്നു. ആ ട്യൂട്ടോറിയൽ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ഇപ്പം ഞാൻ ബെറ്ററാണ്. ഇപ്പം എനിക്കിപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഒരു സാധനം നമ്മൾ വരുന്നുണ്ട്. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ടൈപ്പ് സ്ക്രിപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ജാവാ സ്ക്രിപ്റ്റിൻ്റെ സൂപ്പർ സെറ്റ്. ജാവാ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ടൈപ്ഡ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യില്ലേ. ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്, ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് അല്ലാത്തൊരു സ്റ്റുഡൻറ്റ്, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് വേണ്ട ഞാൻ കൊടുത്തു. പിന്നെ ESLint. എന്താണ് ESLint എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഡുണ്ടല്ലോ, നമ്മുടെ ഈ കോഡിൽ മറ്റേ കുറേ ബഗ്ഗുകളും കാര്യങ്ങളും എറേഴ്സൊക്കെ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം ഈ അൺയൂസ്ഡ്, ഞാൻ ESLintൻ്റെ കേസ് പറയുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വേഴ്സലോ അല്ലെങ്കിൽ നെറ്റ്ലിഫൈലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ബിൽഡറൊക്കെ അടിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പുള്ളിയാണ്, അതായത് കുറ്റക്കാരനാണ് ESLint. ആണ് അവിടുത്തെ ഒരു കൾപ്പറട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. ഇയാൾ പറയും 32ാമത്തെ ലൈനിൽ ഒരു വേരിയബിൾ നെയിം അൺയൂസ്ഡ് ആണ്, ഉപയോഗിച്ചിട്ടില്ല. അതായത് അത്രേ ഉള്ളൂ. ESLint എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ആയിട്ടുള്ള ഈ അൺയൂസ്ഡ് വേരിയബിൾസ് സിൻടാക്സ് എറർ ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യണ ഒരു സാധനം വേണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ESLint വേണം. ഓക്കെ, ESLint നമ്മൾ കൊടുത്തു. ഞാൻ എൻ്റർ അടിച്ചു. വുഡ് യു ലൈക്ക് ടു യൂസ് റിയാക്റ്റ് കമ്പൈലർ? എന്താണ് നമ്മുടെ റിയാക്റ്റ് കമ്പൈലർ? അതായത് ഈ റിയാക്റ്റ് കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ റിയാക്ടർ കുറച്ച് പെർഫോമൻസ് വൈസൊക്കെ
അത് നമുക്ക് പെർഫോമൻസ് വൈസ് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നാ പറയുക, നമ്മുടെ നോർമൽ നമ്മൾ റിയാക്റ്റ് പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ യൂസ് കോൾ ബാക്ക്, അതുപോലെ യൂസ് മെമ്മറൈസേഷനും കോൾ ബാക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയ ക്ലാസ്സിലെ. അപ്പം അങ്ങനത്തെ കുറേ ടോപ്പിക്സുകളുണ്ട്. അതെല്ലാം നമ്മൾ അതൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഈ ഒരു കോഡ് നമ്മൾ എഴുതുമ്പം ഒരു ലൈൻ ഓഫ് കോഡ് എഴുതി നമ്മളൊരു സംഭവം എഴുതുമല്ലോ, അപ്പം നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റിയാക്ട് കമ്പൈലർ എന്നാന്ന് പറഞ്ഞാൽ കോഡ് കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആക്കി ഫാസ്റ്റസ്റ്റ് ആക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഇവ എല്ലാം ചെയ്ത് സെറ്റപ്പാക്കി തരും. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തു. വുഡ് യു ലൈക്ക് ടു യൂസ് ടെയിൽവിൻഡ് CSS? നിങ്ങൾക്ക് ടെയിൽവിൻഡ് CSS ഫ്രെയിംവർക്കാണ്. അത് വേണമെങ്കിൽ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് പോയി ഇൻസ്റ്റാൾ ചെയ്യേണ്ട, വേണമെങ്കിൽ ഇവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരും. എന്തിനാ? CSSൻ്റെ ഒരു ഫ്രെയിംവർക്ക്. CSS അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് CSS ഇത് വെച്ചിട്ട് നമുക്ക് ക്ലാസ് നെയിംസ് ഒക്കെ കൊടുത്ത് സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റും. CSSൻ്റെ ഫ്രെയിംവർക്ക്. അപ്പം നമുക്ക് വേണ്ട, ഇപ്പം നമുക്കത് വേണ്ട, നോ കൊടുത്തു. പിന്നെ വുഡ് യു ലൈക്ക്, നിങ്ങളുടെ കോഡെല്ലാം ഒരു SRC എന്ന് പറഞ്ഞ പെട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ട് കാണിക്കണമെന്ന്. SRC ഡയറക്ടറി ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. ഈ SRCക്കകത്ത് ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് ഫീൽ കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. SRC ഡയറക്ടറി വേണോ വേണ്ടയോന്നാണ്. SRC ഡയറക്ടറി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് SRC ഡയറക്ടറിക്ക് ഉള്ളിൽ വരും. അതിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ എല്ലാം കിടക്കുക. അല്ലെങ്കിൽ ഒരു ആപ്പ് റൗട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാം ചെതറി കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടണമെങ്കിൽ SRC വേണമെങ്കിൽ SRC, ഇത് വേണ്ടാത്തവർക്ക് നോ കൊടുക്കാം. ഞാൻ എസ് കൊടുത്തു. ആപ്പ് റൗട്ടർ യൂസ് ചെയ്യണോ എന്ന്. അതായത് ഇവിടെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ പണ്ടത്തെ നെസ്റ്റേഴ്സ്, ഐ തിങ്ക് നെസ്റ്റേഴ്സ് 12 ആയിരുന്നോ അതോ 13, ഓക്കെ 12 വരെ പേജ് റൗട്ടർ ആയിരുന്നു. 2 റൗട്ടറുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന ആപ്പ് റൗട്ടറാട്ടോ. ഇപ്പോൾ നെസ്റ്റേഴ്സ് 16 സംതിങ് ആയി. നെസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ആപ്പ് റൗട്ടറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ പണ്ട് പേജ് റൗട്ടർ ആയിരുന്നു. 13 തൊട്ടിട്ടാണ് ആപ്പ് റൗട്ടർ വന്നത്. ഈ പേജ് റൗട്ടറിൽ ഒരു പേജസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഫയലുകളെല്ലാം വരുന്നത്. ഓക്കെ, പേജിൻ്റെ അകത്ത് ഇപ്പോൾ പേജിൻ്റെ ഉള്ളിൽ index.js വരാം, പേജിൻ്റെ ഉള്ളിൽ about.js വരാം, അങ്ങനെ ഒരു സംഭവം. അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ, ഇപ്പോൾ ഡൈനാമിക് പേജ് ആണെങ്കിൽ പേജിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബ്ലോഗ് എന്ന് പറഞ്ഞ സെക്ഷൻ, അതിൻ്റെ ഉള്ളിൽ ID, അതിൻ്റെ സ്ലഗ് പേജുകൾ വരും. അപ്പം അതിന് പകരം ആപ്പ് റൗട്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് റൗട്ടിങ്ങിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ റൗട്ടിങ് ഫയലിൻ്റെ നെയിം വെച്ച് എടുക്കണേ. ഇപ്പം about.js, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഫയലിൻ്റെ ഒരു കേസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ പോയി റൗട്ടിങ്? ഞാൻ ഈ പേജ് തന്നെ തുറന്നു വെച്ച് കാണിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ റൗട്ടിങ് ഇവിടെ റൗട്ടിങ്ങിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ. അവിടെ നമ്മൾ പ്രോജക്റ്റ് സ്ട്രക്ചർ പേജ് റൗട്ടർ, ആപ്പ് റൗട്ടർ, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇവിടെ കാഷ് ഫിച്ചിങ് ഡാറ്റ, റൗട്ട് ഹാൻഡ്ലേഴ്സ്, ഇത് കണ്ടോ അതിൻ്റെ റൗട്ടിങ് കൊടുത്തിരിക്കുന്നത്. പേജിൻ്റെ നെയിം വെച്ചിട്ട് ഞാനല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കാം. അത് എവിടെ കറക്റ്റായിട്ട് കിടക്കണം എവിടെയൊന്നും കാണുന്നില്ല. ഞാൻ കോഡ് ചെയ്ത് തന്നെ കാണിക്കാം. പേജിൻ്റെ നെയിം വെച്ചിട്ട് ഇപ്പം about.js അല്ലെങ്കിൽ മറ്റേ ആ ഒരു പേജിൻ്റെ ആ ഒരു റൗട്ടിങ്ങിൻ്റെ പേജ് വെച്ചിട്ടാണ് ആ സാധനം എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ആപ്പ് റൗട്ടറാണ്. അപ്പം ഞാൻ എസ് കൊടുത്തു. ഇമ്പോർട്ട്, അതായത് മറ്റേ നോർമലി ഇമ്പോർട്ട് ചെയ്യുമ്പം മറ്റേ .// എന്ന് പറഞ്ഞ് നമ്മളൊരു അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു ഫയല് റൂട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ ഒരു സാധനം കസ്റ്റമൈസ് ചെയ്യണമെന്ന് ഇങ്ങനെ @ ഇട്ടിട്ടെ നമുക്ക് അവിടെ ഡയറക്റ്റ് വിളിച്ചു കൊടുക്കാം. അത് കസ്റ്റമൈസ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കണമെന്നാണ്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം ഞാൻ നോ കൊടുത്തു. ഇത് നമ്മുടെ മറ്റേ ഈ agents.md, ഇതൊരു റീഡ്മി ഫയൽ, ഒരു ഫയലാണ്. അത് അതിൻ്റെ നമ്മുടെ എന്നാ ഇപ്പോൾ പറയുക, ഇത് നമ്മുടെ
ഈ AI-യുടെ റൂളും കാര്യങ്ങളും അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കണം. ഇതിപ്പോൾ agents.md ആകാം, ക്ലോഡ് കോഡിനുണ്ടാകാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ readme.md എന്ന് പറഞ്ഞ ഫയൽ കണ്ടിട്ടില്ലോ, ടെസ്റ്റ് ഫയലാണ് ഈ സാധനം. ഇതിൻ്റെ അത് കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഇത് നമുക്ക് യെസ് കൊടുക്കാം. അപ്പോൾ അതെ ഇവിടെ കണ്ടോ, ഇതിൽ നെസ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നെസ്റ്റേഴ്സ് ഫ്രെയിംവർക്ക്, റിയാക്റ്റ് ലൈബ്രറി ഇൻസ്റ്റാൾ ആവുന്നുണ്ട്, റിയാക്റ്റിൻ്റെ ആ ഡോമ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അതുപോലെ ESLint എറർ ഹാൻഡിലിങ്ങും അതിൻ്റെ കോൺഫിഗറേഷനും മറ്റു കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ആകുന്നത് കണ്ടോ, എല്ലാം ഇൻസ്റ്റാൾ ആവുന്നുണ്ടേ. ഇത് ഇൻസ്റ്റാൾ ആകാൻ ടൈം എടുക്കും, അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ക്ലോസ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ആയ ഒരു ഫയൽ തുറന്നിട്ട് അതിൻ്റെ അകത്തെ ഫയൽസ് എന്താണെന്ന് നോക്കാം. അപ്പം ഞാനിത് തുറക്കുവാണ്. ഏതൊക്കെ ഫയലുകളുണ്ടെന്ന് ഇനി നോക്കണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ അത് വരുക. ഇപ്പം നമുക്ക് ഓരോരോ ഫയൽസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ഇപ്പം നമ്മളിത് തുറന്നു. ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്ന ഈ ഫയലുണ്ടല്ലോ, ഒരു മിനിറ്റ് നമുക്ക് ഫയൽസായിട്ട് പഠിക്കാം. നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെസ്റ്റേഴ്സ് കോഡുണ്ടല്ലോ, ഞാനൊരു മിനിറ്റ് ഞാനിത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇതെന്നാ സംഭവിക്കണേ നിങ്ങൾ കണ്ടോ. ഇപ്പം നമ്മൾ നെസ്റ്റേഴ്സിൻ്റെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നെസ്റ്റേഴ്സിൻ്റെ കോഡ് റണ്ണ് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കുറേ ക്യാഷയും അതിൻ്റെ മറ്റേ ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്തൊരു നമ്മൾ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫയലാണ്. എൻ്റെ അത് കുറച്ച് ക്യാഷും കാര്യങ്ങളുണ്ടാകും. ഞാനിവിടെ npm റൺ ബിൽഡ് എന്നും പറഞ്ഞ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ കണ്ടോട്ടോ, റൺ ഡെവ് ആ ഒരു സാധനം അവിടെ ക്രിയേറ്റ് ആകും ബിൽഡ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും. .nest ഇത് ഞാൻ റൺ ചെയ്തോളൂ. വെയിറ്റ് ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഞാനിതൊന്ന് റൺ ചെയ്യട്ടെ കേട്ടോ. ഈ പ്രോജക്റ്റ് ഇതുവരെ റൺ ചെയ്തില്ല. റണ്ണ് ചെയ്യട്ടെ ഫസ്റ്റ്. അതുപോലെ നമുക്ക് അതെന്നാ പരിപാടിയാണ്. 3000 പോർട്ടിലാണ് റണ്ണായേക്കണത്. ഓക്കെ, അപ്പോൾ അതെ നെസ്റ്റേഴ്സ് റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിൻ്റെ ഇനിഷ്യൽ പേജ് അത് അവരുടെ മറ്റേ കണ്ടോ റൗട്ട് സ്റ്റാറ്റിക് ആണെന്നും അതിൻ്റെ ബണ്ടിലർ വെബ് പാക്കല്ല ടർബോ പാക്ക്, കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബണ്ടിലറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇനി കണ്ടോ .nest എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ആയി. ഇതിൻ്റെ അകത്ത് കണ്ടോ കുറേ സാധനങ്ങൾ വന്നേക്കണേ. ഇതെല്ലാം അതിൻ്റെ കുറച്ച് ബിൽഡ് ടൈമിൽ ജനറേറ്റ് ആവുന്ന സാധനമാണ്. ഇതിപ്പോൾ ഞാൻ റൺ ചെയ്താലും ബിൽഡ് ചെയ്താലും ഈ സാധനം വരും, നിങ്ങൾക്കറിയാലോ. പിന്നെ നോഡ് മോഡ്യൂൾസ് നമ്മൾ റിയാക്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്നാന്നുള്ളത്. npm ലൈബ്രറിയിൽ നിന്ന് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജുകളും കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതല്ല കേട്ടോ. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള റിയാക്റ്റിൻ്റെ ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള പാക്കേജസും കാര്യങ്ങളും എല്ലാം ഫയൽസ് എല്ലാം ഈ പാക്കേജസിൻ്റെ അകത്തുള്ളൂ, നോഡ് മോഡ്യൂൾസിൻ്റെ അകത്ത്. പിന്നെ പബ്ലിക് എന്ന് പറഞ്ഞ ഈ ഫോൾഡറിൻ്റെ അകത്ത് കുറച്ച് ഇമേജസും കാര്യങ്ങളും അസെറ്റ് ഫയൽസാണ് നമുക്കുണ്ടാകുക. ലോഗോ ഉണ്ടാകാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പബ്ലിക്കിൻ്റെ അകത്ത് വരുന്നത്. മൊത്തം SVG കുറച്ച് ഇമേജ് ഫയൽസുകളാട്ടോ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. പിന്നെ SRC നമുക്ക് പിന്നെ സംസാരിക്കാം, ഡീറ്റെയിൽഡ് ആണ്. പിന്നെ ഗിറ്റ് ഇഗ്നോർ, നമ്മൾ ഗിറ്റ് വെർഷൻ കൺട്രോളിങ്ങിനാണ് ഗിറ്റ് ഉപയോഗിക്കണതെന്ന് നിങ്ങൾക്കറിയാം. നമുക്കിത് മുഴുവനും ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ നമുക്കെല്ലാം മാനുവലി ഓരോരോ ദിവസത്തെയും റെക്കോർഡ് ട്രാക്ക് ചെയ്ത് ബുക്കിൽ എഴുതി വെച്ച് പോകാനൊന്നും പറ്റത്തില്ല, അല്ലേ ഫോൾഡർ ഉണ്ടാക്കി മാനുവലി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സോ നമ്മൾ കോഡിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേർഷൻ ഓരോ ഡേറ്റിലും ഓരോ ടൈമിലും അതിൻ്റെ വേർഷൻ ഗിറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ട്രാക്ക് ചെയ്യും. ഗിറ്റ് ഹബിൽ നമ്മുടെ കോഡ്സ് എല്ലാം അവിടെ ഹാൻഡിൽ ചെയ്യും, വെർഷൻ ഇവിടെ ട്രാക്ക് ചെയ്യും. അതുപോലെ മറ്റ് ഡെവലപ്പേഴ്സിനെല്ലാം കണക്ട് ചെയ്ത് പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഗിറ്റിൻ്റെ സീരീസിൽ നമ്മൾ നോക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിലേക്ക് ഈ കുറേ ഫയലുകളൊന്നും അതിലേക്ക് പുഷ് ചെയ്യുക, അതിലേക്ക് ഇടണോ വേണ്ടയോ എന്ന് നമുക്കിവിടെ തീരുമാനിക്കാൻ പറ്റും. നമുക്ക് വേണ്ടാത്ത ഫയലൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പോകില്ല. ഇവിടെ അതിൻ്റെ റൂള് നമുക്ക് തീരുമാനിക്കാം കേട്ടോ, ഏതൊക്കെ ഫയൽ പോകണം വേണ്ടയാന്നുള്ളതൊക്കെ. അതൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ സീക്രട്സ് കീയും ഒക്കെ വെക്കുന്നത്. .env ഫയലിൻ്റെ അകത്ത് മറ്റേ API കീ ഒക്കെ ആയിരിക്കും. അതൊക്കെ പോകാൻ പാടില്ലാത്ത, അതൊക്കെ നാട്ടുകാർ കാണാൻ പാടില്ലാത്ത API കീസും പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ .env ഫയൽസിൻ്റെ അകത്ത് നമുക്ക് .env എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അവിടെ നമുക്ക് വെക്കാം. അത് ലോക്കലിൽ വെക്കാം, ഡെവലപ്മെൻറ്റിൽ വെക്കാം, പ്രൊഡക്ഷനിൽ വെക്കാം, തനിത്തനിയായിട്ടൊക്കെ വെക്കാം കേട്ടോ. നമുക്ക് പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ പഠിക്കാം.
വേണ്ട agents.md ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റ് ഫയലാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. ഇതുപോലെ ക്ലൗഡ് കോഡിൻ്റെ കുറച്ച് ടെസ്റ്റ് ഫയലും കാര്യങ്ങളാണ് എയുടെ മാർക്ക് ഡൗൺ ഫയൽസ് അങ്ങനെ വേണേൽ പറയാം. അതൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ESLint. മറ്റേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എറർ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ കോൺഫിഗറേഷനാണ്. ഇവിടെ കണ്ട കോൺഫിഗ് ഫയലിൽ നമുക്ക് മറ്റേ കുറച്ച് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് എഴുതി വെക്കാം. നമ്മുടെ കോൺഫിഗ് ഫയലാണ് എറർ ഹാൻഡിലിങ്ങിൻ്റെ. ESLintനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ അത് തന്നെ. പിന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ മറ്റേ നമ്മുടെ ഇമ്പോർട്ട് കണ്ടോ, നമ്മൾ ആ ഇമ്പോർട്ട് ചെയ്യണ പാത്തും കാര്യങ്ങളൊക്കെ കണ്ടോ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ./srcക്കുള്ളിൽ / അങ്ങനെ നമുക്ക് ഈ പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കമ്പൈൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് ഇത്. ഇതിൻ്റെ അകത്ത് വരും VS കോഡും ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഒരു കോൺഫിഗറേഷൻ ഈ ഫയലിലാണ് വരുന്നത്. കോൺഫിഗറേഷൻ ഫയൽ തന്നെ. ഇത് എററിൻ്റെ കോൺഫിഗറേഷൻ, ഇത് JSൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും. ഇത് Nest.jsൻ്റെ ഫ്രെയിംവർക്ക് കോൺഫിഗറേഷൻ. നമ്മുടെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എന്നാ പറയുക, Nest.js റീഡയറക്റ്റ് റൂൾ എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് ഏതൊക്കെ ഡൊമെയിൻ അലോ ചെയ്യണം. ചില ഡൊമെയിൻ എടുത്താൽ ഇമേജ് വർക്കാകണ്ട, ചില ഡൊമെയിനിൽ ഇമേജസ് അലോ ചെയ്ത് കൊടുക്കാം. ചില മറ്റേ റീഡയറക്റ്റ് ചെയ്യാം. മറ്റേ നിങ്ങൾ 40 പേജസ് ഒക്കെ 30 440 അങ്ങനെ പേജസ് ഒക്കെ റീഡയറക്റ്റ്. മറ്റേ Nest.jsൻ്റെ കുറേ കോൺഫിഗറേഷൻ നമുക്കിവിടെ എഴുതി പിടിപ്പിക്കാം. Nest.js ഫ്രെയിംവർക്കിൻ്റെ കോൺഫിഗറേഷൻ, വേറെ ഒന്നുമില്ല. പാക്കേജ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പാക്കേജസ്, അതായത് നമ്മുടെ നോൺ മൊഡ്യൂൾസിലുള്ള എല്ലാ പാക്കേജസും നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേരും കാര്യങ്ങളും വെർഷനും അതെങ്ങനെ റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവനാ തീരുമാനിക്കുന്നത്. ഏതൊക്കെ ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ ഫയലാണിത്. ഓക്കെ, നോൺ മൊഡ്യൂൾ. ഈ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചില പർട്ടിക്കുലർ വെർഷൻ ഉണ്ട്. അപ്പോൾ വെർഷൻ്റെ കറക്റ്റ് വെർഷൻ ഏതിപ്പോൾ ഇത്ര 0.2 ഈ ഒരു 2 തന്നെ. അപ്പോൾ ഈ ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരുത്തൻ്റെ വേറൊരു സ്ഥലത്ത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് വെർഷനിൽ നമുക്ക് ഈ സാധനത്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ട്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ പാക്കേജിൻ്റെയും കറക്റ്റ് വെർഷൻ ലോക്ക് ചെയ്ത് ട്രാക്ക് ചെയ്യുവാണെങ്കിൽ പാക്കേജ് ലോഗ്. റീഡ്മി ജസ്റ്റ് ഒരു മറ്റേ ടെസ്റ്റ് ഫയലാണ്. ഞാൻ പറഞ്ഞില്ല SRC കൊടുത്തു കഴിഞ്ഞാൽ SRCക്ക് ഉള്ളിൽ ആപ്പിൻ്റെ ഉള്ളിൽ വരും. SRC കൊടുത്തിട്ടോ ഇല്ലെങ്കിൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫയലുണ്ടാവുള്ളൂ. ആപ്പ് ഇവിടെ വരും. അങ്ങനെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു CSS ഫയലുണ്ട്. ഈ പേജ്, അതായത് ഈ പേജിൻ്റെ അകത്ത് വിളിച്ചു കൊടുത്തേക്കണ CSS ഫയലാട്ടോ ഇവൻ. ഇതിൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്ത് കളയാം. ടെയിൽവിൻഡ് കോൺഫിഗ് ചെയ്യുക. എവിടെ കോൺഫിഗ് ചെയ്യാം? ഗ്ലോബൽ CSS. ഈ ഒരു ഫയലിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ റൂട്ടിലുള്ള കാര്യങ്ങളെല്ലാം കോൺഫിഗ് ചെയ്യുക കേട്ടോ ഗ്ലോബലിൽ. ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇത് ആവശ്യമില്ലാത്തൊരു ഫയലാണ്. കാരണം ഇത് ഈ ഒരു പേജിന് വേണ്ടി സെപ്പറേറ്റ് വെച്ചേക്കണ CSS ആണ്. ഈ ഒരു മൊഡ്യൂൾ കണ്ടോ, page.module.css, അത് ഈ ഒരു പേജിന് വേണ്ടി മാത്രം. ഇത് ഗ്ലോബൽ, നമ്മുടെ പ്രോജക്റ്റിലെ മൊത്തം എഫക്റ്റ് ചെയ്യണ ഗ്ലോബൽ ഫയലാണ്. ഇവിടെ നമുക്ക് page.js ആണ് ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സാധനം വരെ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കണയാണ്. page.jsലാണ് വെച്ചേക്കണത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് നമ്മുടെ ഫേവൈക്കൺ. ഈ ഫേവൈക്കൺ ഇതെന്നാ സാധനം? favicon.ico എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ മുകളിലൊരു ഇമേജ് കണ്ടോ? ഈ സാധനം ഈ ബ്രൗസറിൻ്റെ ടാബിൻ്റെ മുകളിലുള്ള ഈ ഇമേജിനെയാണ് കേട്ടോ അവിടെ പറയണേ. ഇതിൻ്റെ അകത്ത് നമുക്ക് മറ്റേ ടെയിൽവിൻഡ് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ ഫോണ്ട് ഫയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റും. ഈ ലേഔട്ട് എന്ന് പറഞ്ഞ മെയിൻ ഫയലാട്ടോ ഉണ്ടോ, നമ്മുടെ മെയിൻ സാധനങ്ങളെല്ലാം വന്ന് റെൻഡർ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയും ഞാൻ എന്നാ ഇട്ട് കൊടുത്താലും എനിക്കിവിടെ ഫൂട്ടറും മറ്റേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. കാരണം ലേഔട്ട് മെയിൻ ആണല്ലോ. നാവ് ബാറും ഫൂട്ടറൊക്കെ എനിക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പേജിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. എല്ലാ പേജിലും ലേഔട്ട് ആയതുകൊണ്ട് ഇതെല്ലാ പേജിലും ഇത് റെൻഡർ ചെയ്യുക. ബോഡി റെൻഡർ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഈ കിട്ടണം, ഈ ഒരു സാധനം കിട്ടണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു മെയിൻ ഫയലാണേ. ഇപ്പോൾ ഇവനൊരു മെയിൻ ഫയലാണ് നാവ്. അതുപോലെ തന്നെ മറ്റേ എല്ലാ ഇതിലും നമുക്കിത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കിട്ടും. ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അതായത് ഒരു റൂട്ട് ഒരു ഷെല്ല്, ഇതിൻ്റെ ഉള്ളിലിരിക്കണ പോലെ ഇതിൻ്റെ മുകളിലും താഴെ മെറ്റാ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുക. പേജിൽ തനി മെറ്റാ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക. അതാണ് Nest.jsൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് page.js ഉണ്ട്.
നമ്മുടെ മെയിൻ റൂട്ട് ഫയൽ, അതായത് ഇതാണ് മെയിൻ റൂട്ട് ഫയൽ. അതിലെ കണ്ടൻ്റാണ് ഇവിടെ വന്നേക്കണം കേട്ടോ. നാവും ഫൂട്ടറും വന്നേക്കണത് കണ്ടോ? അത് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് വന്നതാണ് മെയിൻ റൂട്ട് ഫയൽ. ഇപ്പം ഞാൻ ഒക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേജ് ഇല്ല, എററാണ്. നമുക്ക് വേറെ ഉണ്ട് കേട്ടോ എറർ. നമുക്ക് ലോഡിങ് വേണമെങ്കിൽ തീരുമാനിക്കാൻ പറ്റും. ലോഡിങ്ങിനൊരു ഫയലുണ്ട്. അതുപോലെ നമുക്ക് കസ്റ്റം എറർ 40 പേജ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ പല പരിപാടികളും നമ്മുടെ നെസ്റ്റേഴ്സിൽ നടക്കും കേട്ടോ. loading.js എന്നാണ് ആ ഫയലിൻ്റെ പേര്. അതുപോലെ error.js ഉണ്ട്, നോട്ട് ഫൗണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് APIയുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ API എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റേ API ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു സാധനം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നമ്മൾ എക്സ്പ്രസ്സിൽ സാധാരണ നോഡ് മെയിലർ ഉണ്ടാക്കിയിട്ട് മറ്റേ ഫോം സബ്മിഷൻ ചെയ്യുമല്ലോ, ഇതിൽ നമുക്കൊരു ഫോം സബ്മിഷൻ ചെയ്യാം നോഡ് മെയിലർ വെച്ച്. ഇവിടെ ഒരു നമുക്ക് API എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ആയിട്ട് റൗട്ട് ഇട്ടിട്ട് നമുക്കത് വരാം. നമുക്ക് പുതിയ ക്ലാസ്സിലേക്കേ നമുക്ക് സംഭവം വരാം. ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഞാനിപ്പം ഇത് കണ്ടോ, എൻ്റെ ഹോം എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് page.js കിടക്കുക. അതായത് ആപ്പ് റൗട്ടറാണേ. ഹോം എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ page.js. അതാണിത് ഇവിടെ ഇത് ഞാൻ നേരത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഹോമിലേക്ക് പോകാൻ ഞാൻ മറന്നുപോയി. ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്താണെന്നാണ് വിചാരിച്ചു. ഓക്കെ, ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഹലോ ഹോം പേജ്. ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ റൗട്ടിങ് സെറ്റപ്പ്. ഹോമിൻ്റെ അകത്ത് page.jsൻ്റെ അത് തന്നെ വന്നു, എൻ്റെ സാധനം വന്നു. അതാണ് എൻ്റെ റൗട്ടിങ്. അത് മറ്റേ പേജ് റൗട്ടിങ് അല്ല ഇപ്പോഴത്തേത്, ആപ്പ് റൗട്ടിങ് കേട്ടോ, വ്യത്യാസം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്, എബോട്ട്. കണ്ടോ, സിമ്പിളാണ് നമുക്ക് എബോട്ടിൻ്റെ ഉള്ളിൽ. ഇനി എബോട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എബോട്ടിൻ്റെ ഉള്ളിൽ page.js കൊടുത്തു കഴിഞ്ഞാൽ എബോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എബോട്ട് പേജ് കിട്ടും. ഇതിൻ്റെ അകത്ത് ഞാൻ വന്നിട്ട് ഉണ്ടോ, എനിക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളാണ് ഉണ്ടോ, എബോട്ട് പേജ്. അപ്പോൾ ഞാൻ വന്നിട്ട് എബോട്ട് വിളിച്ച് കഴിഞ്ഞാൽ എബോട്ട് പേജ് കണ്ട, എബോട്ട് പേജ് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് നെസ്റ്റേഴ്സിൻ്റെ റൗട്ടിങ് ഉണ്ടോ. ആ ഒരു ആപ്പ് റൗട്ടിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ റൗട്ടിങ്ങിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് പഠിക്കാൻ ഞാൻ ജസ്റ്റ് ഇന്ന് എല്ലാ ഫയൽസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമ്മൾ റിയാക്റ്റിലും ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാം, റിയാക്റ്റ് കണ്ടിട്ടുള്ളവർക്ക്. ഞാനെല്ലാം ഇങ്ങനെ എല്ലാ ഫയൽസും എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ തുടങ്ങണം കൃത്യമായിട്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. നമുക്ക് അടുത്ത ദിവസം വേറെ കുറച്ച് ടോപ്പിക്കുകളുമായിട്ട് വരാം നെസ്റ്റേഴ്സിൻ്റെ.